ചാമേ ക്ലാസ്സിൽ കയറി പിന്നെ പഠിക്കാൻ പാടില്ല. ഇന്നലെ അറിയില്ല. മറ്റേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറണൂല്ലോ. പിന്നെ ആ 10 മാർക്കിനുള്ളതൊക്കെ ഞാൻ അതിനെ ഞാൻ കണ്ടു സ്റ്റാറ്റസ് കിട്ടിയില്ല. എന്തിരുന്നു കാർവിൽ KARVNAL ഉദയ മറ്റേ അവളാ ശരണ്യ. പൊട്ട കൈ ആശയ സൗണ്ട് മ്യൂട്ടാക്കടി.
മോർണിംഗ്. Good morning, Miss. Hi, Miss. എല്ലാവരും എത്തണ്ടേ ഉള്ളോ? 35, 36 എന്ത് പറ്റി? നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവാണല്ലോ. നല്ലോണമായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞത് അല്ലെ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു. അത് കുറച്ച് 13 പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്രണ്ണം കഴിഞ്ഞു? 5 എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒബ്ജക്റ്റീവ്സ് അല്ലെ. ഇനി നെക്സ്റ്റ് 6ാമത്തെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? എന്ത് പ്രൊമോട്ട് ചെയ്യാനാ? പ്രൊമോട്ട് awareness of health care among all sections of the people. എല്ലാ സെക്ഷനിലുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊമോട്ട് ചെയ്യുക അല്ലെ? ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക. To promote awareness of health care among all sections of the people. വിഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ സെക്കൻഡ് പറഞ്ഞ ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡിംഗ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും എന്താ അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക. തേർഡ് പറഞ്ഞത് ടു എൻകറേജ് ദ റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് to make better the efficiency of healthcare delivery system. Healthcare delivery systemങ്ങളുടെ കാര്യക്ഷമത എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ മേഖലയിൽ റിസർച്ച് പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഫോർത്ത് പറഞ്ഞത് ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് ഉയർന്ന നിലവാരത്തിലുള്ള ഹോസ്പിറ്റൽ സർവീസുകളുടെയും ആശുപത്രി സേവനങ്ങളുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെയും ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ് ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ among health and hospital planners, academicians, administrators, different statutory bodies and the public for the improvement of the hospital and healthcare delivery system. Like hospital healthcare delivery സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് ദ പബ്ലിക് പൊതുജനങ്ങൾ എന്നിവർക്കിടയിലൊക്കെ ഉള്ള ഒരു ആശയങ്ങളും അവരുടെ വിവരങ്ങളും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്, ഐഡിയാസും ഇൻഫർമേഷനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ആ മീറ്റിംഗിൽ കൂടെ അവരുടെ ഐഡിയാസും ഇൻഫർമേഷനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇത്രയും 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി 6th പോയിന്റ് നോക്കേ. 6th വൺ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. 6th പോയിന്റ് ആണ് ടു ഇവോൾവ് norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institution to increase the quality of health care in the community. To evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institution to increase the quality of health care in the community. Healthcare organization accreditation ഉള്ള എന്താ പറയാ സ്റ്റാൻഡേർഡ്സ്
മാനദണ്ഡങ്ങളൊക്കെ അതിന്റെ മാനദണ്ഡങ്ങളും അതുപോലെ അതിന്റെ ഗുണനിലവാരവും ഒക്കെ വികസിപ്പിക്കുകയും അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങളൊക്കെ വികസിപ്പിക്കുകയും ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിലെ ആരോഗ്യ സംരക്ഷണ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. നോക്കിയാൽ ലാസ്റ്റ് തുടങ്ങി നോക്കിയ സെന്റൻസ് വന്ന ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ? To help to evolve the norms and standards for accreditation of the healthcare organization. Healthcare organizationന്റെ accreditation ഉള്ള accreditation എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അംഗീകാരം അല്ലെ? ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരം, അതിനാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങളും ഗുണനിലവാരവും വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങളും ഗുണനിലവാരവും വികസിപ്പിക്കുക. അടുത്ത സെന്റൻസ് നോക്കി. ആൻഡ് അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ, ഒരു സമൂഹത്തിലെ ഹെൽത്ത് കെയറിന്റെ, ആരോഗ്യ സംരക്ഷണത്തിന്റെ ആ ക്വാളിറ്റി, ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം സ്ഥാപനങ്ങളുടെ ഇവാലുവേഷൻ, മൂല്യനിർണയ മാർഗങ്ങള് സ്വീകരിക്കുകയും ചെയ്യുക. രണ്ട് സെന്റൻസ് ആയിട്ട് അത് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റില് നമ്മൾ പറഞ്ഞത് ടു ഇവോൾവ് ദ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങളും ഗുണനിലവാരവും വികസിപ്പിക്കുക. നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സും നോംസും ഗുണനിലവാരവും ഒക്കെ വികസിപ്പിക്കുക. മാനദണ്ഡങ്ങളും ഗുണനിലവാരവും വികസിപ്പിക്കുക. സെക്കൻഡ് പറഞ്ഞിരുന്നത് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഹെൽത്ത് കെയറിലെ, ഈ ഒരു സമൂഹത്തിലെ ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു കമ്മ്യൂണിറ്റിയിലെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങൾ, മീൻസ് ഓഫ് ഇവാലുവേഷൻ, അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങള് സ്വീകരിക്കുകയും ചെയ്യുക. ടു അഡോപ്റ്റ് ചെയ്യുക എന്നാ പറഞ്ഞത്. ആൻഡ് അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ ഹെൽത്ത് കെയർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരം സ്ഥാപനങ്ങളുടെ ഇവാലുവേഷൻ, മൂല്യനിർണയ മാർഗങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുക, സ്വീകരിക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി 7th പോയിന്റ് നോക്കിയേ. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ all side of hospital services, healthcare delivery system and healthcare administration. Hospital service, അതുപോലെ healthcare delivery system, healthcare administration ഒക്കെ എല്ലാ വശങ്ങളിലുമുള്ള ട്രെയിനിങ്ങിനും റിസർച്ചിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകുക, പ്രൊവൈഡ് ചെയ്യുക. To provide the opportunities for training and research in all sides of hospital service, healthcare delivery system and healthcare administration. Hospital services, healthcare delivery system, അതുപോലെ healthcare administration, ഇതിന്റെ എല്ലാ വശങ്ങളിലുമുള്ള ട്രെയിനിങ്ങിനും റിസർച്ചിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. To provide the opportunities for training and research in all sides of hospital services, healthcare delivery system and healthcare administration. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതിന് ട്രെയിനിങ്ങിനും റിസർച്ചിനും വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഇനി 8th പോയിന്റ്, ടു റിവോർഡ്
the knowledge and റിവോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നവീകരിക്കുക. റിവോട്ട് റിനോവേറ്റ് ആണ് കേട്ടോ. റിനോവേറ്റ് എന്നാണ് RENOVATE. ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക് ആണ്. റിനോവേറ്റ്. To renovate the knowledge and skills of the health and hospital administration and other personnel included in the management of healthcare organization by way of continuous education and research. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും മറ്റു ഉദ്യോഗസ്ഥരുടെയും സ്കിൽസും നോളേജുകളും റിനോവേറ്റ് ചെയ്യുക, നവീകരിക്കുക. To renovate the knowledge and skills of health and hospital administration and other personnel included in the management of healthcare organization by way of continuous education and research. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും അതർ പേഴ്സണൽ മറ്റു ഉദ്യോഗസ്ഥരുടെയും സ്കിൽസും നോളേജും നവീകരിക്കുക. എങ്ങനെയാണ്? ബൈ ദ വേ ഓഫ് continuous education and research. continuous education റിസർച്ചിലൂടെ സ്കിൽസും നോളേജും ഒക്കെ നവീകരിക്കുക, റിനോവേറ്റ് ചെയ്യുക. എഴുതിയെടുക്കാൻ വേണ്ടിട്ടാണോ? നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. മിസ് വേറെ നോട്ട് തരുവോ? വേറെ നോട്ട് തരുവോ? വേറെ നോട്ട് ഇനിയിപ്പോ ഇല്ല. ഇത് പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പോയിന്റ് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങക്ക് നോട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. To renovate the knowledge and the skill of the health and hospital administrators and other personnel included in the management of health and healthcare organization by way of continuous education and research. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന, ഇൻക്ലൂഡ് ചെയ്യുന്ന, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആരൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും അതർ പേഴ്സണൽസ് മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും സ്കിൽസും നോളേജും, അവരുടെ കഴിവുകൾ, അവരുടെ നോളേജ്, അറിവൊക്കെ റിനോവേറ്റ് ചെയ്യുക, നവീകരിക്കുക. എഴുതി കൂടിയാകുന്നുണ്ട്. ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ, തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ, റിസർച്ചിലൂടെയൊക്കെ നോളേജും സ്കിൽസും റിനോവേറ്റ് ചെയ്യുക, നവീകരിക്കുക. ഇനി 9th പോയിന്റ്, ഇതാണ് എല്ലാം വലിയ ലെങ്തി ആയിട്ടുള്ള പോയിന്റ്സ് ആ കൊടുത്തേക്കുന്നത്. ഓക്കെ, 9th one. To encourage and grant recognition to research in the field of health and hospital management and to accord awards, scholarship and assistance in other suitable forms to deserving individuals and institutions. To encourage and grant recognition to research in the field of health and hospital management and to accord awards,
scholarship and assistance in other suitable forms to deserving individuals and institutions. Health hospital management. ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ മേഖലകളുടെ ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ ഗവേഷണങ്ങളെ എൻകറേജ് ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും, എൻകറേജ് ചെയ്യുന്നതിനും അവർക്ക് അംഗീകാരം നൽകുന്നതിനും, ഗ്രാന്റ് റിക്കഗ്നീഷൻ അംഗീകാരം നൽകുന്നതിനും അർഹമായ വ്യക്തികൾക്കും, ഇൻഡിവിജ്വൽസിനും വ്യക്തികൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനും സ്ഥാപനങ്ങൾക്കും, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും, ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ, അനുയോജ്യമാവുക എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രൂപങ്ങളിൽ അവാർഡ്സും സ്കോളർഷിപ്പും സഹായവും നൽകുക. അവാർഡും സ്കോളർഷിപ്പും സഹായവും നൽകുക. ടു അക്കൗണ്ട് അവാർഡ്സ്, സ്കോളർഷിപ്പ് ആൻഡ് അസിസ്റ്റൻസ്, അവാർഡ്സുകളും സ്കോളർഷിപ്പും അസിസ്റ്റൻസ് സഹായവും നൽകുക. ഒന്നുകൂടി പറയാം, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ ഗവേഷണങ്ങളെ എൻകറേജ് ചെയ്യുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും, പ്രോത്സാഹിപ്പിക്കുന്നതിനും, എൻകറേജ് ചെയ്യുന്നതിനും അവർക്ക് അംഗീകാരം നൽകുന്നതിനും, എൻകറേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകാരം നൽകുന്നതിനും അർഹമായ വ്യക്തികളിൽ നിന്നും, അതായത് ഇൻഡിവിജ്വൽസിൽ നിന്നും, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായ മറ്റു രൂപങ്ങളിൽ അവാർഡ്സും സ്കോളർഷിപ്പും അസിസ്റ്റൻസും നൽകുക, സഹായവും നൽകുക. അവാർഡ്സ്, സ്കോളർഷിപ്പ്, അസിസ്റ്റൻസ്, സ്കോളർഷിപ്പും സഹായവും നൽകുക. നെക്സ്റ്റ് 11 ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അവര് നൽകണം എന്നാണോ പറയണേ? സഹായവും നൽകുക. അല്ല, അത് ഹെൽത്തിനും ഹെൽത്ത് മാനേജ്മെന്റിനും ആര് കൊടുക്കുന്ന? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ എന്താ പറയാ ഒബ്ജക്റ്റീവ്സ് അല്ലേ, ലക്ഷ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. എല്ലാരും ഹെൽത്ത് ഒബ്ജക്റ്റീവ്സ് ആണ് എല്ലാരും പറയുന്നത്. അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. പേഷ്യന്റിന് കൊടുക്കാനാണോ മിസ് പറയണത്? എന്തോ പേഷ്യന്റിന് നൽകാനാണോ ഈ പറയുന്നത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും, എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്നുള്ളതാണ്. അവരെ കുറച്ചും കൂടി എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നടക്കുമ്പോൾ അതിന് അവാർഡുകളും സ്കോളർഷിപ്പും അതിന് വേണ്ട അസിസ്റ്റൻസും നൽകുക. അത് ഹെൽത്തിനും ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഫീൽഡിലുള്ള എല്ലാവർക്കും എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹെൽത്തിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ മേഖലകൾ നടക്കുന്ന ഗവേഷണങ്ങളെയൊക്കെ കുറച്ചുകൂടി എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന് അംഗീകാരം നൽകുന്നതിനും വേണ്ടിയിട്ട് അർഹരായിട്ടുള്ള ആ വ്യക്തികളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള രൂപങ്ങളില് അവാർഡുകളും സ്കോളർഷിപ്പും സഹായവും നൽകുക. നെക്സ്റ്റ് 11ാമത്തെ പോയിന്റ് നോക്കിയേ. ടു ഫങ്ഷൻ ആസ് അഡ്വൈസറി
consultative body in the best interest of community and country, to central and state government, public sector, undertaking healthcare delivery organization, public health and health system development, teaching and training organization, and any other health-related associated organization when needed, so emergence of services are demanded for. ഇത്തിരി വലിയ ഒരു ലെങ്തി ആയിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മീനിങ് എഴുതി വെച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അത്രേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒബ്ജക്റ്റീവ്സ് ഫുൾ ആയിട്ടൊന്നും എഴുതാൻ ചോദിക്കൂലല്ലോ. ഇതിൽ നിന്ന് നമുക്ക് വൺ വേർഡ്സുകൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഈ പോയിന്റ്സ് പറയുന്നതൊന്ന് നോട്ട് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, 11th പോയിന്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ഇത് തന്നിട്ടുണ്ട് നോക്കിയേ. സെൻട്രൽ ആൻഡ് the interest of the community and the country to central and state government. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകള്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. പിന്നെ പറയുന്ന ആരൊക്കെയാ? പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങള്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ. ഇതൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ, ആൻഡ് അതർ ഹെൽത്ത് റിലേറ്റഡ് അസോസിയേറ്റഡ് ഓർഗനൈസേഷൻ. അതുമായിട്ട് ആരോഗ്യ ബന്ധിപ്പിക്കുന്ന സംബന്ധിയായിട്ടുള്ള സ്ഥാപനങ്ങള്, ഹെൽത്ത് റിലേറ്റഡ് ആൻഡ് അതർ ഹെൽത്ത് റിലേറ്റഡ് അസോസിയേറ്റഡ് ഓർഗനൈസേഷൻ, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ള ഓർഗനൈസേഷനുകള് എന്നിവയ്ക്ക് അപ്പൊ അത്രയും കാര്യങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം നിങ്ങൾ എഴുതുക എന്നിവയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും മികച്ച ഒരു അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി, ഉപദേശക കൺസൾട്ടേറ്റീവ് ബോഡി ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കുക. ഇതെപ്പോഴാ വേണ്ടത്? വെൻ നീഡഡ്, സോ എമർജൻസ് ഓർ സർവീസസ് ആർ ഡിമാൻഡഡ് ഫോർ. സംഘടന ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ സർവീസ് ആവശ്യം വരുമ്പോൾ അവർക്ക് ഒരു സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി ബോഡി അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കുക. Central and state governments, public sector undertaking healthcare delivery organization, public health and health system development, teaching, training organization, and other health related associated organization. ഇത്രയും കാര്യങ്ങൾക്ക് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസറി അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. അത് എപ്പോഴാ പ്രവർത്തിക്കേണ്ടത്? അവിടെ ആവശ്യം വരുമ്പോൾ, ആ സംഘടന ഓർഗനൈസേഷൻ എമർജൻസ് ഓഫ് സർവീസസ് ആർ ഡിമാൻഡഡ് ഫോർ, ഡിമാൻഡ് ചെയ്യുമ്പോൾ, സംഘടന ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ സർവീസ് ആവശ്യം വരുമ്പോൾ അവർക്ക് ഒരു അഡ്വൈസറി അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. Okay, next point. To help to prepare SOPs. എന്താണ് SOPs? Expanded form is Standard operating procedure. Okay, very good. Standard operating procedure. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. Standard operating procedure, SOPs.
Standard operating procedure. Standard operating procedure. Manual, literature, and books on healthcare management, quality and accreditation, healthcare technology, healthcare industry, the related subject. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന healthcare industry, textbook for health management course for benefit of the students and faculty, hospital and healthcare organization and academic institution. ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റുഡൻസിനും ഫാക്കൽറ്റിക്കും, സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി, സ്റ്റുഡൻസിനും മറ്റുള്ള ഫാക്കൽറ്റി, സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി, ഫാക്കൽറ്റികൾ വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റികൾക്കും സ്റ്റുഡൻസിനും ഫാക്കൽറ്റികൾക്കും ഹോസ്പിറ്റൽ ഫാക്കൽറ്റികൾക്കും ഹോസ്പിറ്റൽ ആരോഗ്യ പരിപാലന സംഘടനകൾക്കും ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അതിന്റെ മലയാളമാണ് ആരോഗ്യ പരിപാലന സംഘടന. ഹോസ്പിറ്റൽസിനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ആൻഡ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അക്കാദമിക് സ്ഥാപനങ്ങളുടെയും പ്രയോജനത്തിനായി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് SOPS, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOPS, മാനുവൽ, ലിറ്ററേച്ചർ ആൻഡ് ബുക്ക് ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത ബുക്സ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ആയുള്ള ബുക്സ് ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ക്വാളിറ്റി, അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സുകൾ എന്നിവർക്കുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കാൻ സഹായിക്കുക. എന്നിവർക്കുള്ള ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കാൻ സഹായിക്കാം. ആർക്കൊക്കെയാണ് ഇവിടെ? ഓക്കെ, സ്റ്റുഡൻസിനും ഫാക്കൽറ്റിക്കും ഹോസ്പിറ്റലിനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ട്, അവർക്കുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട്, എന്നിവരുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട്, ഇനി മുകളിലേക്ക് വരെ, എന്നിവയുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട് SOPS, മാനുവൽ, ലിറ്ററേച്ചർ ആൻഡ് ബുക്ക് ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, റിലേറ്റഡ് സബ്ജക്ട്, ടെക്സ്റ്റ് റിലേറ്റഡ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സുകൾ, ഇത്രയും കാര്യങ്ങൾക്ക് ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സുകൾ എന്നിവർക്കുള്ള പാഠപുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കാൻ സഹായിക്കുക. ഇനി നെക്സ്റ്റ് 12ാമത്തെ പോയിന്റ് നോക്കി.
മിസ്സേ SOP എന്തോ? SOPS സ്റ്റാൻഡേർഡ് STANDARD സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് OPERATING ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇത് ഇത്ര ലെങ്തി ആണെന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇതിൽ നിന്ന് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിവിഷന്റെ സമയത്തേക്കാണ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് പേടിക്കണം അല്ലെങ്കിൽ അയ്യോ ഇത് ഭയങ്കര ഇതാന്നുള്ള രീതിയിൽ എടുക്കണ്ട. ജസ്റ്റ് ഒബ്ജക്റ്റീവ്സുകളാണ്. അപ്പൊ ജസ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. അല്ലാതെ ഇത് ഫുള്ള് കാണാതിരുന്ന് പഠിക്കേണ്ട. സെന്റൻസ് അല്ലെങ്കിൽ ഓരോ ഇതും കുറച്ച് ലെങ്തി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് വൺ വേർഡ്സുകളൊക്കെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിക്കോളും. അതുകൊണ്ട് ഇത് ഓർത്ത് ആരും പേടിക്കണ്ട കേട്ടോ. ഫുള്ളായിട്ട് പഠിക്കുകയും വേണ്ട. നെക്സ്റ്റ് നോക്കിയേ, 12th one. To tackle professional consultancy in the field of healthcare system management, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services for overall improvement of the facilities. എന്തൊക്കെ പറഞ്ഞേക്കണേ ഇവിടെ തുടങ്ങി നോക്കാം. ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്. ഇൻ ദ ഫീൽഡ് ഓഫ് ഏതൊക്കെ മേഖലകളിലാണ് പറഞ്ഞേക്കുന്നത്, ഏതൊക്കെയാണ് ഓരോന്ന് നോക്കാം. ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, quality and accreditation, health technology assessment, medical tourism, disaster management, health care delivery organization, public health facilities and services. ഇത്രയും ഫീൽഡില് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, ഇത്രയും ഫീൽഡില് എന്നീ മേഖലകളില് പ്രൊഫഷണൽ കൺസൾട്ടൻസി കൈകാര്യം ചെയ്യാൻ. ഇത്രയും ഫീൽഡുകൾ അവിടെ തൊട്ടുള്ളത് നോക്കാം. ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ് മുതലുള്ള ഇങ്ങോട്ട് പറയുന്ന എല്ലാ ഫീൽഡുകളിലും പ്രൊഫഷണൽ കൺസൾട്ടൻസി കൈകാര്യം ചെയ്യുന്നതിനായിട്ട് പ്രൊഫഷണൽ കൺസൾട്ടൻസി കൈകാര്യം ചെയ്യുന്നതായിട്ട് മൊത്തത്തിലുള്ള ഒരു സൗകര്യങ്ങള് മെച്ചപ്പെടുത്തുക, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്. അവിടെ ഉള്ള സൗകര്യങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു സൗകര്യങ്ങള് ഇംപ്രൂവ് ചെയ്യുക, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്. ഓക്കെ, ഇനി 12th പോയിന്റ്. To conduct inter-hospital or institution awards competition on different parameters to bring competitiveness for enhancing healthcare quality and training. Okay. Healthcare quality and training. ഈ ഹെൽത്ത് കെയർ ക്വാളിറ്റി ഇവിടെ ഗുണനിലവാരം, ആ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്
എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി, ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരവും ട്രെയിനിങ്ങും, ക്വാളിറ്റിയും ട്രെയിനിങ്ങും. ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരവും പരിശീലനവും ട്രെയിനിങ്ങും വർദ്ധിപ്പിക്കുന്നതിനുള്ള, എൻഹാൻസ് ചെയ്യുക, വർദ്ധിപ്പിക്കുന്നതിനുള്ള മത്സരക്ഷമത കൊണ്ടുവരുന്നതിനായി പാരാമീറ്റേഴ്സ്, മത്സരക്ഷമത കൊണ്ടുവരുന്നതിനായി വിവിധ മാനദണ്ഡങ്ങളില് ഇന്റർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക, നടത്തുക. ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരവും പരിശീലനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള മത്സരക്ഷമത കൊണ്ടുവരുന്നതിനായി വിവിധ പാരാമീറ്റേഴ്സ്, വിവിധ മാനദണ്ഡങ്ങളിലുള്ള ഇന്റർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡുകള്, ഇന്റർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുക. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് 14th പോയിന്റ് ആണ്. To realize and to make faculty to individuals who have made extraordinary and significant contribution in the field of health and hospital management in general and to the academy in particular. Okay, to realize and make facility to the individual who have made an extraordinary and significant contribution in the field of health and hospital management in general and to the academy in particular. Health and hospital management മേഖലയില് field, in the field of health and hospital management. Health and hospital management മേഖലയില് പ്രത്യേകിച്ചും സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ആണ്. എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ആണ്. എക്സ്ട്രാ ഓർഡിനറി അസാധാരണവും ശ്രദ്ധേയമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തികളെ, ഇൻഡിവിജ്വൽസിനെ, വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് അവർക്ക് ഫെസിലിറ്റീസ് കൊടുക്കുകയും ചെയ്യുന്നു. അവരെ തിരിച്ചറിയുകയും ആൻഡ് ടു മേക്ക് ഫെസിലിറ്റി, അവർക്ക് സൗകര്യം ഒരുക്കുകയും ചെയ്യുകയും, ആ വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് എന്തൊക്കെയാ വേണ്ടതെന്നുള്ള രീതിയിലുള്ള ആ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. To realize and make facility to the individual who have made എങ്ങനെയുള്ളത് ഇൻഡിവിജ്വൽ extraordinary and significant contribution in the field of health and hospital management in general and to the academy in particular. Health hospital management മേഖലയില് പൊതുവെയും അതുപോലെ അക്കാദമിക് ആയിട്ടുള്ളതും തലങ്ങളില്
പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളതും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതും കോൺട്രിബ്യൂഷൻ നൽകിയ ഇൻഡിവിജ്വൽസിനെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുക. ആൻഡ് മേക്ക് ഫെസിലിറ്റീസ്, അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ഇത്രയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ വരുന്നത്. ഇനി നെക്സ്റ്റ്, ഇനിയുള്ളത് മുതൽ എളുപ്പമായി വെച്ചാൽ കുറെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോ ഈ പോയിന്റ് വായിച്ച് അതിന്റെ ഒരു മീനിങ് മനസ്സിലാക്കി വെക്കാം എന്നല്ലാതെ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു തരാനോ എഴുതിക്കാനോ ഒന്നും പറ്റില്ല. ആ പോയിന്റുകൾ ആ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേക്കുന്ന എത്രയാ 14 പോയിന്റ് ഒക്കെയുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ നോട്ട്സും ഈ ഇപ്പൊ ഇതിനകത്ത് പ്രിന്റഡ് നോട്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയേ, നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. കേട്ടിട്ടുണ്ടോ ആ വേർഡ് ഇൻഡിക്കേറ്ററിന്? എന്താ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നേ? സൂചകങ്ങൾ അല്ലെ, എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചകങ്ങള്, ഇൻഡിക്കേറ്റേഴ്സ് ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. ആൻഡ് ഇൻഡിക്കേറ്റർ ഈസ് ദ മെഷർമെന്റ് ഓർ വാല്യൂ which gives you an idea of what something is like. ആണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇസ് എ മെഷർമെന്റ്. ഇൻഡിക്കേറ്റർ ഇസ് എ മെഷർമെന്റ്. മെഷർമെന്റ് എന്ന് പറയുക സൂചകങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നതെന്ന് നോക്കിയേ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പാക്ട് സ്വാധീനം, അതിന്റെ സ്വാധീനം, ഒരു ഇമ്പാക്ട് അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട് മെഷർ ചെയ്യുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. Okay, health indicators are calculable characteristics of a population. Health indicators എന്ന് പറയുന്നത് calculable. എന്താണ് മീനിങ്? calculable എന്ന് വെച്ചാൽ മൂല്യവത്തായ. Health indicators are, health indicator എന്ന് പറയുന്നത് calculable characteristics of a population. ഒരു പോപ്പുലേഷന്റെ മൂല്യവത്തായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ മൂല്യവത്തായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് ഏത്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. Health indicators are calculable characteristics of a population, which are researchers use as supporting evidence for explaining the health of a population. ഇത് നോക്കിയേ, which researchers, ഇത് റിസർച്ചേഴ്സ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? യൂസ് ആൻഡ് സപ്പോർട്ടിംഗ് എവിഡൻസ്. Supporting evidence for explaining the health of the population. ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത്, ഒരു ആരോഗ്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഒരു എവിഡൻസ് ആയി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ ഉപയോഗിക്കുന്നു. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഒരു മൂല്യവത്തായിട്ടുള്ള സവിശേഷതകളിൽ ഒന്നാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇത് ആരുപയോഗിക്കുന്നതാണ്? വിച്ച് റിസർച്ചേഴ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? യൂസ് ആ സപ്പോർട്ടിംഗ് എവിഡൻസ്, ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ആയിട്ട് ഹെൽത്ത് റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഒരു ജനസംഖ്യയുടെ ആരോഗ്യം വിശദീകരിക്കുന്നതിന് വേണ്ടി വിശദീകരിക്കാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവായിട്ട് ഈ റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നു.
Normally, researchers will use a survey methodology to collect the information about a population sample, use statistics to generalize the information gathered to the population, and then use the statistical analysis to make a statement about the health of the population. ഇതൊരു വലിയ ലെങ്ത് സെന്റൻസ് ആണ്. നോക്കിയപ്പോ നമ്മുടെ ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷന്റെ ഒരു മൂല്യവത്തായിട്ടുള്ള സവിശേഷതകളിൽ ഒന്നാണ്. Health indicators are the calculable characteristics of a population. ഒരു പോപ്പുലേഷന്റെ മൂല്യവത്തായിട്ടുള്ള സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇത് റിസർച്ചേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ഹെൽത്ത് പ്രോബ്ലംസ്, ജനസംഖ്യയുടെ ഒരു ഹെൽത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സഹായകമാകുന്ന ഒരു എവിഡൻസ് ആയിട്ട് ഈ റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഇനി നോക്കി, മൊത്തം നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനില് മൊത്തം ജനസംഖ്യയില് ശേഖരിച്ച വിവരങ്ങൾ ഗ്യാദർ ചെയ്ത മൊത്തം ജനസംഖ്യയില് ശേഖരിച്ച വിവരങ്ങള് സാമാന്യവൽക്കരിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. Use statistics to generalize the information gathered to the population. ഒരു പോപ്പുലേഷന്റെ മൊത്തം ജനസംഖ്യ, ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ, gathered to the total population. ഒരു മൊത്തം ജനസംഖ്യയില് ശേഖരിച്ച വിവരങ്ങള്, gather ചെയ്ത ഇൻഫർമേഷൻ, ഒരു മൊത്തം പോപ്പുലേഷനില് ശേഖരിച്ച വിവരങ്ങള് സാമാന്യവൽക്കരിക്കാൻ, ജനറലൈസ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ എന്താ പറഞ്ഞേക്കണേ, ജനസംഖ്യയുടെ ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്താൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നു. ആൻഡ് യൂസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടു മേക്ക് a statement about the health of the population. ഒരു ഹെൽത്തിനെ, ഒരു പോപ്പുലേഷന്റെ, ഒരു ജനസംഖ്യയുടെ ഹെൽത്തിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ, ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്താൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നു. And use the statistical analysis to make a statement about the health of the population. Okay. And use the statistical analysis to make the statement of the about the health of the population. So statistics എന്തിനാ ഉപയോഗിക്കുന്നത്? Generalize the information gathered to the population. ഒരു മൊത്തം ജനസംഖ്യയില്, ടോട്ടൽ പോപ്പുലേഷനില് ശേഖരിച്ച വിവരങ്ങള് ജനറലൈസ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ എന്താ പറഞ്ഞേക്കുന്നത്, ജനസംഖ്യയുടെ ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് നടത്താൻ, ഒരു പ്രസ്താവന നടത്താൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി ഓർ to make the goals for improving population health. ഗൈഡ് ചെയ്യാൻ, ഓക്കെ, ഹെൽത്ത് കെയർ പോളിസിനെ ഗൈഡ് ചെയ്യാൻ, നയിക്കുന്നതിനോ, പിന്നെ അതുപോലെ ടു മേക്ക് ദ ഗോൾ ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്, ജനസംഖ്യയുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ, to make the goal for improving the population health. ആ ജനസംഖ്യയുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനുള്ള, മെച്ചപ്പെടുത്താനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിനോ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. കണ്ടോ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഫോർ വാട്ട്, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടു ഗൈഡ് ദ ഹെൽത്ത് കെയർ പോളിസി, ഹെൽത്ത് കെയർ പോളിസി ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിലോ ടു മേക്ക് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് ദ പോപ്പുലേഷൻ ഹെൽത്ത്, പോപ്പുലേഷൻ ജനസംഖ്യ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ, ടു മേക്ക് ഗോൾ, ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഇനി അത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നൊന്ന് നോക്കി, അവിടെ 4 സെന്റൻസിലായിട്ട്, 4-5 സെന്റൻസ് ആയിട്ട് നമുക്ക് അവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ
സ്റ്റാറ്റിസ്റ്റിക് എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്തിനാണ്? പിന്നെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ റിസർച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? പിന്നെ ഗവൺമെന്റ്സ് എന്തിനാണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കഴിഞ്ഞോ? റെഡി ആയിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞോ? ഒന്നും കൂടെ പറയാമോ? ഓക്കെ, പറയാലോ. ഇവിടെ ശ്രദ്ധിച്ചോ. ഇത് നോക്കിയേ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അതിനെ കുറിച്ചാ പറയുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ എന്താണ്? ഇൻഡിക്കേറ്റർ ഇസ് എ മെഷർമെന്റ് അല്ലെ? ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു മെഷർമെന്റ് ആണ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇസ് എ മെഷർമെന്റ് ഓർ വാല്യൂ വിച്ച് ഗിവ് ഒരു വാല്യൂ അല്ലെങ്കിൽ മെഷർമെന്റ് ആണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട്, ഒരു സ്വാധീനം ആളെ മെഷർ ചെയ്യുന്നതിനുള്ള ഇമ്പാക്ട് മെഷർ ചെയ്യുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ പറയുന്നത്. എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ദ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട് മെഷർ ചെയ്യുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതാണ് പറയുന്നത്. അപ്പൊ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ, ഒരു ജനസംഖ്യയുടെ ഒരു മൂല്യവത്തായിട്ടുള്ള സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണ്. സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ്. കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷന്റെ മൂല്യവത്തായ സവിശേഷതകളെയാണ്. ഈ സവിശേഷതകളെയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിലും പറയാം. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ മൂല്യവത്തായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. വിച്ച് റിസർച്ചേഴ്സ് യൂസ്. ഈ റിസർച്ചേഴ്സ് ഗവേഷകർ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു ഉദാഹരണം എന്തെങ്കിലും വെച്ച് പറഞ്ഞാൽ മതി, അപ്പം കൂടുതൽ മനസ്സിലാവും. ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞാല് മനസ്സിലാവും കൂടുതൽ എന്ന് പറയാം. ഹലോ, എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ എന്താ പറയാ? ഒരു ആരോഗ്യ സൂചിക അളക്കുന്ന ഇപ്പൊ നമ്മള് വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാല് ഒരു ജനസമൂഹത്തിൽ ഉണ്ടാകെ എന്തെങ്കിലും ഒരു രോഗം, ഇപ്പം പൾസ് പോളിയോ തന്നെ ഉദാഹരണം വെച്ചാൽ മതി. അപ്പൊ അത് ആ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഇമ്പാക്റ്റ് അളക്കാൻ വേണ്ടി അതിന് ഒരു അതിന്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്താൽ പോരെ? ആദ്യം മുമ്പുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ കൂടുതൽ പോളിയോ വന്നിരുന്നു. ഇത് കൊടുത്തതിന് ശേഷം പോളിയോ കണക്കെടുക്കുക, എന്നിട്ട് ആ കണക്കിന്റെ ഡാറ്റ അനാലിസ് ചെയ്യുക, ആ കണക്ക്. അപ്പം വേറൊരു സ്ഥലത്ത് കൊടുക്കാത്ത ഒരു പോപ്പുലേഷനും ഇത് കൊടുത്ത ഒരു സമൂഹത്തിന് വെച്ചിട്ട് കമ്പയർ ചെയ്യുക, അനാലിസ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോഴേ കൊടുത്തവർക്ക് പിന്നെ കൊടുത്ത കുട്ടികൾക്ക് ഈ പോളിയോ വരുന്ന കുറവ് കാണിക്കും, മറ്റേ കൊടുക്കാത്തവർക്ക് കൂടുതലും കാണിക്കും. അപ്പൊ ഇത് തമ്മിൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു അങ്ങനെയൊക്കെ ആയിട്ട് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുമെന്ന് തോന്നണേ.
എന്നിട്ട് അതിന്റെ ഒരു ആരോഗ്യ സൂചിക എടുക്കുക. കൂടിയത് എന്നിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക. അപ്പൊ അതിൽ കൊടുത്തവർക്ക് കുറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് വീണ്ടും അത് കൊടുക്കാം എന്നുള്ള ഒരു ഇത് വരുമല്ലോ. ആ പോളിയോ വേറെ ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാം എന്നുള്ള അങ്ങനെയൊക്കെ. വീടുകളിലാണെങ്കിലും ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വരാറില്ല ഇങ്ങനെ? ഈ പോളിയോയുടെ എക്സാമ്പിൾ ആണെങ്കിലും പറയുവാണെങ്കിലും ഈ അവര് വന്ന എത്ര കുട്ടികൾ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാലും അങ്ങനെ വെച്ച് പറഞ്ഞാൽ ഏകദേശം മനസ്സിലാവുമെന്ന് തോന്നണം. അതായത് എന്താ പറയാ, ഇത് നമ്മളെ എപ്പോഴും ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമുക്കിപ്പോ എന്താ എന്തെങ്കിലും ഒരു കാര്യങ്ങള് ഇപ്പൊ ഈ സൂചകങ്ങള് അവിടുത്തെ ആരോഗ്യ നില അല്ലെങ്കിൽ അത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ ഈ സഫിയ പറഞ്ഞ രീതിയിൽ ഇപ്പൊ പോളിയോ വാക്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. അതായത് അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. കുറച്ച് ഒരു ഏരിയയിൽ ഒരു പോപ്പുലേഷനിൽ ഇപ്പൊ നമുക്ക് പോളിയോ ഇതിനാണ് വാക്സിൻ കൊടുത്തു. അപ്പൊ അതിനകത്ത് കൊടുക്കാത്ത അല്ലെങ്കിൽ അത് ഇപ്പൊ നമ്മൾ അത് തന്നെയാണെങ്കിൽ നമ്മൾ എത്ര കുട്ടികൾ എടുത്തു, എന്നിട്ട് അതിന് ശേഷമാണെങ്കിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇത്രയും ഏരിയയില് ഇത്രയും കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഇത്രയും കുട്ടികള് ഇപ്പൊ ഇതിനകത്ത് ഒരു പഞ്ചായത്തില് അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ ഉണ്ടായിരുന്നു, മൊത്തം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, അതിൽ ഇത്ര പേര് പോളിയോ വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും കുട്ടികളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഹെൽത്തുമായിട്ട് ഇത് വന്ന് നോക്കുമ്പോൾ പിന്നീട് അല്ലെങ്കിൽ എന്തെങ്കിലും അത് ആ എടുത്ത കുട്ടികൾക്ക് ഇനി പോളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള ഓരോ കുറെ വാക്സിനുകൾ ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ആ പോപ്പുലേഷന്റെ ഹെൽത്ത് ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട്, അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുന്നത്. അത് എടുത്തതിന് ശേഷമാണെങ്കിലും വന്ന് ഡാറ്റാസ് എടുക്കാറുണ്ടല്ലോ വീടുകളിൽ വന്നിട്ട്, അല്ലേ? പിന്നെ അതിന് ശേഷമാണെങ്കിലും നമ്മൾ ഓരോ വാക്സിനുകൾ എടുത്തതിന് ശേഷമാണെങ്കിലും നമുക്ക് പിന്നീട് അതിന് ശേഷം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ, ഇതൊക്കെ എന്തിനാണ്? ഒരു അനലൈസ്, ഹെൽത്ത് ഒരു പോപ്പുലേഷന്റെ ഒരു ഹെൽത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ, അതിനെ സൂചിപ്പിക്കാൻ സൂചകങ്ങള്. അപ്പൊ അത് എന്താണ് നമുക്ക് അത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനാണ്. അല്ലെങ്കിൽ അതങ്ങനെ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അത് മൊത്തം ഡാറ്റാസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് എന്താ വാക്സിൻ എടുത്തുകൊണ്ട് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര കുട്ടികൾക്കൊക്കെ ആ ഒരു ഇത് വരാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷന്റെ ഒരു മൂല്യവത്തായ സവിശേഷതകളാണ് അത് പറയുന്ന. ആ ഒരു പോപ്പുലേഷന്റെ കാര്യങ്ങള് ഒരു ആ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ഒരു ഇത് ഡേറ്റാസ് അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇപ്പൊ പോളിയോയുടെ ഇത് പറഞ്ഞു എന്നുള്ളൂ. അത് റിസർച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. ഈ റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റർ, ആരോഗ്യ സൂചകങ്ങൾ, അതാണ് പച്ച മലയാളത്തിൽ പറയുകയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, ആരോഗ്യ സൂചകങ്ങൾ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്? റിസർച്ചേഴ്സ് ഒരു ജനസംഖ്യയുടെ ആരോഗ്യം വിശദീകരിക്കുന്നതിനുള്ള ഒരു തെളിവായി ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പോ ഇൻഡിക്കേറ്റർ ആ സൂചകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഡേറ്റാസ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഒരു നമുക്ക് അവർക്ക് കംപ്ലീറ്റ് അവര് ഹെൽത്തി ആണ്, അല്ലെ? ഹെൽത്തി ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും പേർക്ക് ഇത് എടുത്തിട്ട് ഇത്രയും കുട്ടികൾ അതിൽ നിന്ന് പോളിയോ അല്ലെങ്കിൽ ആ ഇതിൽ നിന്നും അവര് ഫ്രീ ആണ്, പോളിയോ മുക്തമാണ് എന്ന് പറയാം. അപ്പൊ അവർക്കുടെ ഒരു ആരോഗ്യം വിശദീകരിക്കുന്നതിനുള്ള ഒരു തെളിവായിട്ട് റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പൊ അത് അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഡേറ്റ അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് കറക്റ്റ് ആയിട്ട് പറയാം അവരുടെ ആരോഗ്യം അവര് നല്ല ബെറ്റർ ആണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഒരു തെളിവായിട്ട്, ഒരു എവിഡൻസ് ആയിട്ട്, ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് ഈ റിസർച്ചേഴ്സിന് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. അത്രയുള്ള ആ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പോപ്പുലേഷന്റെ ഒരു ആരോഗ്യം, ഒരു ജനസംഖ്യയുടെ ആരോഗ്യം വിശദീകരിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള, വിശദീകരിക്കാൻ സഹായിക്കുന്നതിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് ഈ റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ആ ഒരു വേർഡ്, ആ ഒരു ഇതിന്റെ മീനിങ് കിട്ടിയോ? ഒരു പോപ്പുലേഷന്റെ
ഹെൽത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിശദീകരിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹായമായ ഒരു തെളിവായിട്ട് ഉപയോഗിക്കുന്നു. ആ റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പൊ അവർക്ക് ഈ ഡാറ്റാസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർക്ക് അതിന്റെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എടുക്കാലോ ആ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് മൂലം. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ആയിട്ട്, ഒരു തെളിവായിട്ട് ഈ റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ആരോഗ്യ സൂചകങ്ങള് അതാണ് മലയാളത്തിൽ ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ് സർവേ മെത്തഡോളജി ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ, യൂസ് സ്റ്റാറ്റിസ്റ്റിക് ടു ജനറലൈസ് ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ. കൂടാതെ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, മൊത്തം ജനസംഖ്യയില് മൊത്തം പോപ്പുലേഷനില് ശേഖരിച്ച വിവരങ്ങള് സാമാന്യവൽക്കരിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് എടുക്കൂലേ, ആ മൊത്തം ജനസംഖ്യയിൽ ശേഖരിച്ച വിവരങ്ങളൊക്കെ ഒന്ന് സാമാന്യവൽക്കരിക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ജനസംഖ്യയുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഉപയോഗിക്കുന്നു. മൊത്തം ഒരു എന്താ പറയാ ഒരു ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാനും അത് ഹെൽത്തിൽ എത്രത്തോളം ഇതുണ്ട് അല്ലെങ്കിൽ ആ പോപ്പുലേഷന്റെ ഹെൽത്തിന് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഗവൺമെന്റ് നോക്കിയ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി ഓർ ടു മേക്ക് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. ഈ ഹെൽത്ത് കെയർ പോളിസി ഗൈഡ് ചെയ്യാനോ അതിനെ നയിക്കാനോ അല്ലെങ്കിൽ ജനസംഖ്യ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. Health indicators are often used by government. എന്തിനു വേണ്ടിയിട്ടാ? To guide health care policy. Health care policy ആരോഗ്യ നയം ഗൈഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിലോ ടു മേക്ക് ദ ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്, ജനസംഖ്യയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഗോൾസ് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്, ഇതും കൂടി നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. A health indicator which will be used internationally to explain global health must have the following characteristics. Global health, ആഗോള ആരോഗ്യം, ഗ്ലോബൽ ഹെൽത്ത് വിശദീകരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സിന് ഇനി പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ നോക്കി? ഒരു ഗ്ലോബൽ ഹെൽത്ത് വിശദീകരിക്കാൻ ഒരു ഇന്റർനാഷണൽ ലെവല്, ഒരു ഗ്ലോബൽ ഹെൽത്ത് വിശദീകരിക്കാൻ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന, യൂസ്ഡ് ഇന്റർനാഷണലി ഉണ്ടോ, ഐ ഹെൽത്ത് ഇൻഡിക്കേറ്റർ വിച്ച് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി, ഒരു ഇന്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ഇനി പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. A health indicator will be used internationally. ഒരു ആഗോള തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ഇനി പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അതിൽ എന്തൊക്കെയാണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയേ. ഒന്നാമത്തെ നോക്കിയേ, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. അത് എങ്ങനെ വേണമെന്നാ പറഞ്ഞേക്കുന്നത്? ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ്, അത് എങ്ങനെ വിശദീകരിക്കാം? അത് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ എല്ലാവർക്കും അളക്കാൻ കഴിയുന്ന വിധത്തിൽ വിശദീകരിക്കണം. It must be explained in such a way that it can be gauged uniformly internationally. അതായത് ഗേജ് എന്ന് വെച്ചാൽ അളക്കാൻ കഴിയുക, ഗേജ്ഡ് അളക്കാൻ കഴിയുക. അത് എങ്ങനെ വേണം? അന്താരാഷ്ട്ര തലത്തിൽ ഒരേപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിൽ വിശദീകരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അത് വിശദീകരിക്കണം. It must be explained in such a way that it can be gauged
യൂണിഫോംലി ഇന്റർനാഷണലി. ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിൽ വിശദീകരിക്കണം. അത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇതിനകത്തും ഒരുപോലെ, അല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേക ഒരു മാനദണ്ഡം വേണം. ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. എല്ലാ ഇതിലും ഒരുപോലെ ആയിരിക്കണം. പിന്നെ അടുത്തത് ഇറ്റ് മസ്റ്റ് ബി സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി, അതിനൊരു ഇതുണ്ടായിരിക്കണം, ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കണം അവിടെ. പിന്നെ the indicator must be data which can practically be collected in reasonable amount of time. ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള സമയത്തിനുള്ളിൽ പ്രായോഗികമായിട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരു ഡേറ്റാസ് ആയിരിക്കണം. ദ ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി ഡേറ്റ. ഒരു ഇൻഡിക്കേറ്റർ ഒരു ഡേറ്റ ആയിരിക്കണം. അതെങ്ങനെ വേണ്ടതാണ്? ഒരു നിശ്ചിത ഒരു ന്യായമായിട്ടുള്ള സമയത്തില് പ്രായോഗികമായി ശേഖരിക്കാൻ കഴിയുന്ന ഒരു ഡേറ്റാസ് ആയിരിക്കണം ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പ്രായോഗികമായി ശേഖരിക്കാൻ കഴിയുന്ന ഒരു ഡേറ്റ ആയിരിക്കണം ഇൻഡിക്കേറ്റർ. ഒരു ടൈം പീരീഡില് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. ന്യായമായ സമയത്തിനുള്ളിൽ പ്രായോഗികമായിട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഡേറ്റാസ് ആയിരിക്കണം. പിന്നെ ലാസ്റ്റ് വൺ, to the analysis of the data must result in recommendation on which people can make changes to improve health. ഡേറ്റയുടെ വിശദീകരണം എന്ന് പറയുന്ന അനാലിസിസ് ഓഫ് ദ ഡേറ്റയുടെ അനാലിസിസ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ശുപാർശ ചെയ്യുന്ന വിധത്തിലായിരിക്കണം. അപ്പൊ നമ്മൾ അത് ഡേറ്റാസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആ സൂചകങ്ങളെ അടിസ്ഥാനമാക്കി ഡേറ്റാസ് ഒക്കെ എടുക്കുമ്പോൾ അത് ആളുകൾക്ക് ആ ഡേറ്റ നോക്കിയിട്ട് ആ ഡേറ്റാസ് എങ്ങനെയാണ്, നമുക്കത് ഇംപ്രൂവ്മെന്റ് ആണോ അല്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടിയും ആളുകളുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയുള്ള രീതിയിൽ ചെയ്യണം. അനാലിസിസ് ഓഫ് ആ ഡേറ്റ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അത് ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ഇംപ്രൂവ് ഹെൽത്ത്. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കണം ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോ 4 പോയിന്റ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ്, അത് അന്താരാഷ്ട്ര തലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരേപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ഒരു ഇൻഡിക്കേറ്റർ. അങ്ങനെ തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഒരു അന്താരാഷ്ട്ര തലത്തില് ഇന്റർനാഷണൽ ലെവലില് ഒരേപോലെ അളക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഹെൽത്ത് ഇൻഡിക്കേറ്റർ. ആ രീതിയിൽ വിശദീകരിക്കാൻ കഴിയണം. ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ അളക്കാൻ കഴിയുന്ന വിധത്തില് വിശദീകരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ദ ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി ഡേറ്റ വിത്ത് ക്യാൻ പ്രാക്ടിക്കലി ബി കളക്റ്റഡ് ഇൻ ദ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള സമയത്തിനുള്ളിൽ പ്രായോഗികമായി ശേഖരിക്കാൻ കഴിയുന്ന ഡേറ്റാസ് ആയിരിക്കണം. ഒരു ന്യായമായിട്ടുള്ള ഒരു ടൈമിനുള്ളില് റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം കണ്ടോ, ഒരു ന്യായമായിട്ടുള്ള സമയത്തിനുള്ളിൽ പ്രായോഗികമായിട്ട് ശേഖരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു ഇൻഡിക്കേറ്റർ. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഈ ഡേറ്റയുടെ അനാലിസിസ്, നമ്മൾ ഈ ഡേറ്റാസ് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ആ ഡേറ്റാസ് നോക്കിയിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സോ കാര്യങ്ങളോ ഇനി ആ ഡേറ്റ അനാലിസിസിൽ നിന്ന് നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആളുകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ഇനി നെക്സ്റ്റ്
പറഞ്ഞേക്കുന്ന ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്. The indicator used to measure health status. Indicator determines of health and health system. ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റർ എന്നുള്ളത് പറഞ്ഞേക്കുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, രോഗനിർദ്ദിഷ്ടമായിട്ടുള്ളത്. ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മോർട്ടാലിറ്റി MORTALITY. ഡിസീസ് മരണനിരക്ക് അല്ലെ, രോഗനിർദ്ദിഷ്ട മരണനിരക്ക്. മോർബിഡിറ്റി, രോഗാവസ്ഥ, മോർബിഡിറ്റി രോഗാവസ്ഥ. ആൻഡ് ഡിസെബിലിറ്റി, വൈകല്യം, ഡിസെബിലിറ്റി. ഇൻഡിക്കേറ്റേഴ്സ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കണ ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, മോർബിഡിറ്റി ആൻഡ് ഡിസെബിലിറ്റി. Indicators determines of health and health system. ആരോഗ്യത്തിന്റെയും അതുപോലെ തന്നെ ഹെൽത്ത് സിസ്റ്റം, ആരോഗ്യ സംവിധാനത്തിന്റെയും ഒക്കെ നിർണായ ഘടകങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം. ഇത് നോക്കിയാൽ ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത്, ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ വരുന്നുണ്ട്. ആൻഡ് ഹെൽത്ത് സിസ്റ്റം, സർജിക്കൽ പ്രൊസീജിയർ, മെഡിക്കേഷൻ യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, ഇതൊക്കെ ഹെൽത്ത് സിസ്റ്റം. ഇത്രേ ഉള്ളൂ. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത്, ആരോഗ്യത്തിന്റെയും ഹെൽത്ത് സിസ്റ്റത്തിന്റെയും ഒക്കെ നിർണായ ഘടകങ്ങളാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ. ആരോഗ്യത്തിന്റെയും ആരോഗ്യ സംവിധാനത്തിന്റെയും ഹെൽത്ത് സിസ്റ്റത്തിന്റെയും ഒക്കെ ഒരു നിർണായ ഘടകങ്ങളാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇനി തുടങ്ങിയുള്ളത് സിമ്പിൾ ആണ്, നോക്കാം. ഡെത്ത് റേറ്റ് ആണ്. ഇതുകൂടി നമുക്കൊന്ന് പറയാം. കേട്ടിട്ടുണ്ടോ മരണനിരക്ക്, ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്? നിങ്ങക്ക് ഈ നമ്മള് മരിച്ചു കഴിഞ്ഞാലോ അപ്പൊ തന്നെ നമ്മളത് പഞ്ചായത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നമ്മളത് ആ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കില്ലേ? അത് അവരവിടെ ഡേറ്റാസ് എടുക്കൂലേ? മരിച്ച ആള് ആരാണ്, എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങള് അത് നമ്മളായിട്ട് കറക്റ്റ് പഞ്ചായത്തിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ട്? ഒരു ഡെത്ത് റേറ്റ്, മരണനിരക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന വർഷം അല്ലെങ്കിൽ ഇത്രയും ആളുകള് നമ്മുടെ മൊത്തം ടോട്ടൽ പോപ്പുലേഷനിലൊക്കെ നോക്കിയിട്ടാണ് ഇത്ര ഒരു അവരുടെ പെർസെന്റേജ് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മരിച്ച ആളുകളുടെ എണ്ണം. നമ്മള് ഇപ്പൊ എന്താ പറയാ, ഓരോ അസുഖങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ ഇത്ര ക്യാൻസർ വന്ന് മരിച്ച ആളുകളുടെ പെർസെന്റേജ് ഈ വർഷം എന്നൊക്കെ പറയാൻ, ഓരോന്നിനെയും ഒരു നമ്മുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് എത്ര പെർസെന്റേജ് ഡെത്ത് ഉണ്ടായി എന്ന് കാണിക്കാനാണ്, അതാണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് ഈസ് ദ സ്കെയിൽ ഓഫ് നമ്പർ ഓഫ് ഡെത്ത്. ആ ഒരു യൂണിറ്റ് ആണ് സ്കെയിൽ ഓഫ് നമ്പർ ഓഫ് ഡെത്ത്. എത്ര ഡെത്ത് ഉണ്ടായി ഇൻ ജനറൽ, സ്വാഭാവികമായിട്ടുള്ള മരണങ്ങള്, ഓർ ഓഡിറ്റ് ടു സ്പെസിഫിക്, ഒരു പ്രത്യേക കാരണം മൂലമുണ്ടാകുന്ന മരണങ്ങൾ. അപ്പൊ ഇതിനകത്ത് പറയാം, ജനറൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം കൊണ്ടോ ഉണ്ടായ ആ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ, ഒരു പ്രത്യേക പോപ്പുലേഷനില് measured to the size of that population per unit of time. ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഈ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈമില്, അതിനൊരു ടൈം ഇത് വയ്ക്കും. ഇന്ന ടൈമില് ഒരു പ്രത്യേക യൂണിറ്റ് ഓഫ് ടൈം, ഒരു ഇന്ന പീരീഡില് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളില് അല്ലെങ്കിൽ ഒരു വർഷത്തില്, അങ്ങനെ ഒരു പ്രത്യേക ടൈമില് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ, അത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? മെഷർ ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. ആ ഒരു പോപ്പുലേഷന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രത്യേക പോപ്പുലേഷനിലുള്ള നമ്പർ ഓഫ് ഡെത്ത് ആണ് മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ടൈമില് ആ ഒരു പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രത്യേക
പോപ്പുലേഷൻ, പർട്ടിക്കുലർ പോപ്പുലേഷൻ, ഒരു പ്രത്യേക പോപ്പുലേഷൻ. ഇപ്പൊ ഒരു പഞ്ചായത്താണെങ്കിൽ ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ഒരു ഡിസ്ട്രിക്ട്, അങ്ങനെ ഒരു പ്രത്യേക പോപ്പുലേഷനില് ഒരു പ്രത്യേക ടൈമില് ആ ഒരു പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്പർ ഓഫ് ഡെത്ത്, അതായത് സ്കെയിൽ ഓഫ് നമ്പർ ഓഫ് ഡെത്ത് ആണ് ഈ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, the time mortality indicate the total death happen in especially on the large scale such as population or geographical area. ഇവിടെ നോക്കിയേ, ഈ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ്, the time mortality indicate in the total death happen in എസ്പെഷ്യലി ഓൺ ദ ലാർജ് സ്കെയിൽ, ഒരു വലിയ തോതില് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു കേരള സംസ്ഥാനം മുഴുവനായിട്ട് അങ്ങനെ ഒരു ലാർജ് സ്കെയിലില് ആ സച്ച് ആസ് ഇൻ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷന്റെ ഒരു വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പോപ്പുലേഷന്റെ ഒരു വലിയ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ജിയോഗ്രാഫിക്കൽ ഏരിയയില് അതിന് ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു ഡെത്ത് സംഭവിച്ച ഡെത്താണ് ഈ മോർട്ടാലിറ്റി റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. The time mortality indicate the total death that happen. എവിടെ സംഭവിച്ചത്? ഒരു വലിയ സ്കെയിലില്, ലാർജ് സ്കെയിലില്, ഒരു പോപ്പുലേഷനില് ഒരു വലിയ സ്കെയിലിൽ ഉണ്ടായ മൊത്തം സംഭവിച്ച ഡെത്ത്, ആകെ ഉണ്ടായ ഡെത്ത്, അല്ലെങ്കിൽ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ മൊത്തം ഉണ്ടായിട്ടുള്ള ആ ഒരു ഡെത്ത് ആണ് ഈ മോർട്ടാലിറ്റി റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോർമലി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. എന്തിലാണ് സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആസ് പെർ മോർട്ടാലിറ്റി ഇങ്ങനെയല്ല, ഒരു 10 ലക്ഷം ഉള്ള ആളുകൾക്ക് അതിവിടെ കണക്ക് പറയുന്നുണ്ട്. 1000 പീപ്പിൾ. സെന്റൻസിലേക്ക് വരും. സഫിയ പറഞ്ഞോ. ഇത് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 10,000 ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് ഒരു വർഷത്തിനുള്ളിൽ എത്ര പേര് മരണപ്പെട്ടു ഉണ്ടായ ഡെത്ത് റേറ്റ്, അത് ഒരു പ്രത്യേക അസുഖം കൊണ്ട് എത്ര ആള് ഒരു കൊല്ലത്ത് ഒരു സ്പെസിഫിക് ടൈമിന്റെ ഉള്ളിൽ എത്ര ആള് മരണപ്പെട്ടു എന്നുള്ള കണക്ക്, അതല്ലേ? അതാണ് ആ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇനി താഴേക്ക് പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് നീങ്ങും. അതിന്റെ ഡെഫിനിഷനും അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് എഴുതിയിട്ട് ഒന്ന് ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇവിടെ ഡെത്ത് റേറ്റ് ഒന്നുകൂടി ആദ്യം മുതലൊന്ന് പറയാം. ചെറിയൊരു 2 സെന്റൻസ് അല്ലേ നമ്മൾ എടുത്തുള്ളൂ. ഈ ഒരു ഇതും കൂടി അങ്ങ് തീർത്തിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. As per the mortality rate definition, an index of the number of death each year or specified time interval in a specific population is called mortality rate. ഇവിടെ നോക്കിയേ, ഓരോ വർഷം മോർട്ടാലിറ്റി ഡെഫിനിഷൻ അനുസരിച്ച്, ആസ് പെർ മോർട്ടാലിറ്റി ഡെഫിനിഷൻ അനുസരിച്ച് ഓരോ വർഷവും മരണസംഖ്യയുടെ ഒരു സൂചിക, ഒരു നിർദ്ദിഷ്ട ജനസംഖ്യയില് ഒരു നിശ്ചിത സമയ ഇടവേളയിൽ ഉണ്ടായ ആ നമ്പർ ഓഫ് ഡെത്തിനെയാണ് ഈ മോർട്ടാലിറ്റി റേറ്റ് എന്ന് വിളിക്കുന്നത്. ആസ് പെർ ദ മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് ആ ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ, ഓരോ വർഷവും ഉണ്ടായ നമ്പർ ഓഫ് ഡെത്ത്, ഓർ എ സ്പെസിഫൈഡ് ടൈം, ഒരു പ്രത്യേക ടൈമില്, ഒരു ടൈം ഇന്റർവെല്ലില്, ഇൻ എ സ്പെസിഫിക് പോപ്പുലേഷൻ, ഒരു പ്രത്യേക പോപ്പുലേഷനില് ഒരു പ്രത്യേക ടൈമില് ഉണ്ടായിട്ടുള്ള നമ്പർ ഓഫ് ഡെത്ത് ആണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ മൊത്തത്തിലല്ല, നമ്മൾ ഒരു പ്രത്യേക പോപ്പുലേഷനില് ഒരു പ്രത്യേക ടൈമില്, അല്ലാതെ നമ്മൾ ഇപ്പൊ ഒരു വർഷത്തിനുള്ളില് അല്ലെങ്കിൽ 6 മാസത്തിനുള്ളില്, അങ്ങനെ ഒരു പ്രത്യേക ടൈം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈമിനുള്ളിൽ ഒരു പോപ്പുലേഷനിൽ ഉണ്ടായ നമ്പർ ഓഫ് ഡെത്ത്സ് ആണ് മോർട്ടാലിറ്റി റേറ്റ്. ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ എ പോപ്പുലേഷൻ യൂണിറ്റ് ലൈക്ക് ഡെത്ത് പെർ 1000 പീപ്പിൾ ഫോർ എ റീകോൾ പീരീഡ്. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നിർദ്ദിഷ്ട ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമിലാണ്. ഇപ്പൊ 1000 പീപ്പിൾ ഡെത്ത് പെർ 1000, 1000 ആളുകൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എത്ര ഡെത്ത് വന്നു, ഒരു 1000 ആളുകളിൽ വെച്ചിട്ട് അതിനകത്ത് ഇന്ന അസുഖം മൂലം അല്ലെങ്കിൽ എത്ര ആളുകൾ മരിച്ചു.
അങ്ങനെ ഒരു പ്രത്യേക ടൈമിലും നോക്കണം. ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ലില്, ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഈ 1000 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ന അസുഖം കൊണ്ട് എത്ര പേരുകൾ മരിച്ചു, അങ്ങനെ പറയുന്നതാണ് ഈ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇത് ഒന്നുകൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആവുന്ന രീതിയിൽ ഞാനൊന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ഈ ഡെത്ത് റേറ്റ് മുതലുള്ളത്. ഓക്കെ, അപ്പൊ അത് ഡെഫിനിഷൻ ഒക്കെ എഴുതി, ഡെഫിനിഷൻ എല്ലാം അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഉണ്ടോ, മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ. മൊത്തം സംഭവിച്ച ഡെത്തിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. ഇനി നോക്കിയേ, ഡിവൈഡഡ് ബൈ 365 പെർ അത് നമ്മൾ പറയാൻ പെർ ഡേ ആണെങ്കിൽ, ഒരു ദിവസത്തെ എടുക്കുകയാണെങ്കിൽ അതിനെ ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലാതെ മൊത്തം നമ്മൾ എടുക്കുകയാണെങ്കിൽ, മോർട്ടാലിറ്റി റേറ്റ് മൊത്തം എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത്, അവിടെ ഉണ്ടായിട്ടുള്ള മരണങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, ആ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടോ ഇൻറ്റു 1000 ആണ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ. അത് പെർ ഡേ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 365 ദിവസം അല്ലേ നമ്മൾ ഒരു വർഷം പറയുന്നത്, അത് ഒരു പെർ ഡേയിലാണെങ്കിൽ ഡിവൈഡഡ് ബൈ 365 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നിപ്പോ തൽക്കാലം ഞാൻ ക്ലാസ് നിർത്തുവാണ്. ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഡെത്ത് റേറ്റ് മുതലുള്ളത് ഒന്നുകൂടി നോക്കാം. കുറച്ചും കൂടി ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുവാണെങ്കിൽ ആ രീതിക്ക് ഒന്നുകൂടി ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ആ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി. ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ള നമ്പർ ഓഫ് ഡെത്ത്, അത് ഒരു സ്പെസിഫിക് പീരീഡ് ആണ്. ഒരു പീരീഡിനുള്ളിൽ സംഭവിച്ചിട്ടുള്ള ആ മൊത്തം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഡെത്ത് ആണ്. കണ്ടോ, മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ഡെത്ത്. മൊത്തം സംഭവിച്ച ഇപ്പൊ ഒരു 500 പേര് മരിച്ചു, ടോട്ടൽ പോപ്പുലേഷൻ അവിടെ ഒരു 50,000 പേരാണ്. അപ്പൊ 500 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 1000, അത് പെർ ഡേയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 365. ഓക്കെ, അതപ്പോ അവിടെ തുടങ്ങി നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. നാളെ ഉണ്ടല്ലോ ക്ലാസ്, നാളെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ നാളെ നമുക്ക് ബാക്കിത്തെ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ ഇവിടെ തുടങ്ങി നിങ്ങളെ ഡെത്ത് റേറ്റ് മുതൽ നാളെ നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. വരെയുള്ളത് നിങ്ങളൊന്ന് ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ എഴുതിയേക്കുന്ന നോട്ട് ചെയ്ത് വെച്ചേക്കണ മീനിങ്ങും ഇതും കൂടി വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഒന്നുകൂടി നോക്കാം. താങ്ക് യു.